ഇടുക്കി ഹൈറേഞ്ചിൽ റംബൂട്ടാൻ കൃഷിയിൽ വിജയം കൊയ്യുന്ന കർഷകനാണ് കമ്പിളികണ്ടം സ്വദേശി ഷിബു ചേമലയിൽ. 3 ഏക്കർ സ്ഥലത്താണ് ഇദ്ദേഹത്തിന് റംബൂട്ടാൻ കൃഷിയുള്ളത്. 15 വർഷം മുമ്പാണ് ഷിബു റംബൂട്ടാൻ കൃഷിയിലേക്ക് കടന്നത്. മികച്ച വിലയും വിളവും കൃഷി ഏറെ ലാഭകരമാണെന്ന് ഇദ്ദേഹം പറയും. റംബൂട്ടാൻ കൃഷിയിൽ ശ്രദ്ധേയനാവുകയാണ് കൊന്നത്തടി പഞ്ചായത്തിലെ തെള്ളിത്തോട് സ്വദേശി ഷിബു ചേലമലയിൽ. വിവിധ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന ഷിബു 15 വർഷം മുമ്പാണ് റംബൂട്ടാൻ കൃഷിയിലേക്ക് കടന്നത്. ഹോം ഡ്രോണിൽ നിന്ന് വാങ്ങിയ തൈകൾ നട്ടായിരുന്നു കൃഷിയുടെ തുടക്കം. ഇപ്പോൾ 3 ഏക്കർ സ്ഥലത്ത് റംബൂട്ടാൻ കൃഷി നടത്തുന്ന ഷിബു പ്രൂണിങ്ങിലും വലയിടിയിലും നന്നായി ശ്രദ്ധിക്കുന്നു. അതിനാൽ കൃഷി ലാഭകരമാക്കുവാനും കഴിയുന്നുണ്ട്. കേരളത്തിലെ സമതല മേഖലകളിൽ പ്രത്യേകിച്ച് ലോറേഞ്ചിൽ സീസൺ അവസാനിച്ചു കഴിഞ്ഞതാണ്. സീസൺ അവസാനിച്ചതിന് ശേഷമാണ് ഹൈറേഞ്ചിൽ റംബൂട്ടാൻ സീസൺ ആരംഭിക്കുന്നത്. അതിനാൽ തന്നെ മെച്ചപ്പെട്ട വില ലഭിക്കുന്നു എന്നതും ഈ കർഷകന് സന്തോഷം പകരുന്നു. ഞാൻ ഒരു 15 വർഷം മുമ്പ് റംബൂട്ടാൻ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. കാലാവസ്ഥ വളരെ 2 വർഷമായിട്ട് മോശമാണ്. എങ്കിലും നമ്മൾ പ്രൂണിങ്ങിലൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഇച്ചിരി മാറ്റം വരുന്നുണ്ട്. പിന്നെ സമതല പ്രദേശങ്ങളിലെ റംബൂട്ടാൻ്റെ സീസൺ കഴിഞ്ഞ് നമുക്കിവിടെ ഹൈ റേഞ്ച് കിട്ടുന്നതുകൊണ്ട് കായ്ക്ക് ക്വാളിറ്റിയും വിലയും കൂടുതൽ കിട്ടുന്നുണ്ട്. അങ്ങനെയൊരു മെച്ചം നമുക്ക് ഹൈ റേഞ്ചിലുണ്ട്. ഇതിൻ്റെ പ്രൂണിങ്ങിലാണ്, റംബൂട്ടാൻ കട്ട് ചെയ്ത് തളുപ്പ് ഉണ്ടാക്കുന്നതിലാണ് റംബൂട്ടാൻ കൃഷിയുടെ ഏറ്റവും മെച്ചമായ കാര്യം. ചിട്ടയായി പരിപാലിച്ചാൽ, പ്രത്യേകിച്ച് ജൈവ രീതിയിലുള്ള പരിപാലനം കൊണ്ട് റംബൂട്ടാൻ കൃഷിയിൽ വിജയം നേടാമെന്ന് ഇദ്ദേഹം പറയുന്നു. തെള്ളിത്തോട്ടിലെ മലമുകളിലാണ് ഷിബുവിന്റെ റംബൂട്ടാൻ കൃഷി. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കച്ചവടക്കാർ നേരിട്ടെത്തി ഷിബുവിൽ നിന്നും റംബൂട്ടാൻ വാങ്ങുന്നുണ്ട്. കിലോഗ്രാമിന് 200 രൂപ വരെ വിലയ്ക്കാണ് റംബൂട്ടാൻ വിൽപ്പന നടത്തുന്നത്. NIT ഇനത്തിലുള്ള ചുവപ്പ്, മഞ്ഞ പഴങ്ങളുണ്ടാകുന്ന റംബൂട്ടാനാണ് ഷിബു കൃഷി ചെയ്യുന്നത്. കാർഷിക രംഗത്ത് പഴവർഗ്ഗ കൃഷിക്ക് പ്രാധാന്യമുണ്ടെന്നും ശരിയായ പരിപാലനത്തിലൂടെ ഹൈറേഞ്ചിൽ പഴവർഗ്ഗ കൃഷി വിജയിപ്പിക്കാമെന്നും തെളിയിക്കുകയാണ് ഈ കർഷകൻ. സിറ്റി വിഷൻ, കൊന്നത്തടി.